മഴയത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണല്ലേ ഇതുപോലെ ഇല ക്ലീനാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ചിരിക്കും. നമ്മൾ ചൂല് കൊണ്ടൊന്നും അടിച്ചാലൊന്നും വരില്ല അല്ലേ. ചെറിയ ചെറിയ പുല്ലുകളും അങ്ങനെ വളരെ ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. വളരെ എളുപ്പത്തിൽ കുനിയാതെ നടുവേദനിക്കാതെ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആരും സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മുടെ ഫോണിൽ ഇതുപോലെ കൈ പാടുകളും നമ്മൾ ഇത് എപ്പോഴും ഇങ്ങനെ ഒരു പാടും ഇതൊക്കെ ഉണ്ടാവുമല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തുണി കൊണ്ട് തുടച്ചാലൊന്നും പോവില്ല, പിന്നെയും തുടച്ചാലും പോവില്ല. പക്ഷെ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. വളരെ സിമ്പിളായിട്ടും വളരെ എളുപ്പമായിട്ടും നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ളത് നമ്മളുടെ സെലോ ടാപ്പ് മാത്രമാണ് കേട്ടോ. നമ്മൾ തുണി കൊണ്ട് തുടക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതുപോലുള്ള ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെലോ ടാപ്പ് എടുക്കുക. മറ്റ് ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഫോണിൽ ഒരു കളറ് പിടിക്കണ പോലെ ആകും. അപ്പോൾ ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെലോ ടാപ്പ് എടുക്കുക. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ചുളിവുകളൊന്നും വരാനായിട്ട് പാടില്ല. നല്ല കറക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ പാൻ കാർഡോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും കാർഡോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിത് നല്ല പോലെ തന്നെ അത് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചത്തോളം പിന്നെ അതിൽ പാട് വരാതിരിക്കുന്നതും നല്ല ക്ലിയറായിട്ട് നല്ല ടച്ചൊക്കെ നല്ല സ്മൂത്തായിട്ടിരിക്കും. നമ്മൾ ഈ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൈകൊണ്ടൊക്കെ തൊടുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ പല സാധനങ്ങൾ ഇതിൽ ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്ക്രീൻ കാർഡൊക്കെ സ്മൂത്തായിട്ട് പ്രവർത്തിക്കില്ല. പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. നല്ല ക്ലിയർ ആകുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ആ ഒരു ടച്ചൊക്കെ നല്ല സ്മൂത്ത് ആകുകയും ചെയ്യും. നമ്മൾ സെലോ ടാപ്പ് കൊണ്ട് ഒരു പ്രാവശ്യം നിങ്ങളിത് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ശ്രദ്ധിക്കേണ്ടത് ആ ഒരു നമ്മൾ ഒട്ടിക്കുമ്പം നല്ല ക്ലിയർ ആയിട്ട് ഒട്ടിക്കണം. ഒരിക്കലും ഇങ്ങനെ ചുളിവ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് കിട്ടില്ല. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മളുടെ സോപ്പ് പൊടിയൊക്കെ നമ്മൾ വാങ്ങുമ്പം ഇനി ടിന്നിലൊന്നും ഇട്ട് വെക്കേണ്ട കേട്ടോ. നമുക്ക് ഈ ഒരു കവറിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളും. അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഒന്നും പോകാതെ തന്നെ ഇരിക്കും കേട്ടോ. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുപ്പിയുടെ ഈ ഒരു ഭാഗം മാത്രമാണ്. ബാക്കിയെല്ലാം കട്ട് ചെയ്ത് നല്ല ഷേപ്പിനായിട്ട് എടുക്കുക. നിങ്ങളുടെ വലിയ കവറാണെങ്കിൽ വലിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ചെറുതാണെങ്കിൽ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ റബ്ബർ ബാൻഡ് കൊണ്ട് ഇത് നല്ല പോലെ തന്നെ എയർ ടൈറ്റായിട്ട് നല്ല ടൈറ്റിന് കെട്ടിക്കൊടുക്കണം കേട്ടോ. നമുക്ക് ഇനി ഇത് എടുത്ത് ഉപയോഗിക്കാനും വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്, വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്, നമ്മളിപ്പം ബോട്ടിലൊക്കെ ഇട്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോപ്പ് പൊടിയുടെ ഒരു ഫ്രഷ്നെസ്സേ പോവില്ല. നല്ല സേഫായിട്ട് ഇരുന്നോളും. റബ്ബർ ബാൻഡ് ഇടുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ മഴക്കാലത്ത് ഏറ്റവും വലിയ പ്രശ്നമാണ് കറണ്ട് പോക്ക് അല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫോണിൻ്റെ ഒരു ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് മൊത്തം ഒന്നും പ്രകാശിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചെറിയൊരു ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം നിറച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമ്മളെ റൂം മൊത്തം നല്ല വെട്ടമുള്ളതായിരിക്കും. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾ പഠിക്കുന്ന സമയത്താണെങ്കിലും ഇല്ല നമ്മൾ അടുക്കളയിൽ ജോലി എടുക്കുമ്പോഴാണെങ്കിലും ഒരു ഫോൺ ഓണാക്കി വെച്ചാൽ നമുക്ക് ഫുള്ളായിട്ടൊന്നും കത്തി കിട്ടില്ല. ഒരു ഭാഗം മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഇതുപോലെ കുപ്പിയിൽ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റൂം മൊത്തം നല്ല പ്രകാശമായിട്ട് ഇരിക്കുന്നതാണ്. ഇപ്പോൾ ഈ കറണ്ട് പോക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു മഴക്കാലം. കുട്ടികൾ പഠിക്കുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. പക്ഷേ ഇതുണ്ടെങ്കിൽ നമുക്ക് കറണ്ടുള്ള പോലെ തന്നെ നല്ല വെട്ടമായിട്ട് കിട്ടുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ മത്തങ്ങയും അതുപോലെ കുമ്പളങ്ങ, നമ്മൾ പടവലങ്ങ ഇവയെല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും പെട്ടെന്ന് ഇതുപോലെ ചീഞ്ഞു പോകും അല്ലേ. പെട്ടെന്ന് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ കേടായി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിപ്പോൾ അത് പുറത്ത് വെച്ചാലോ അതെ ഫ്രിഡ്ജിൽ വെച്ചാലോ അതെ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. എത്ര കാലം ഇരുന്നാലും യാതൊരു കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് ഏതൊരു കറിയിലും നല്ല ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആദ്യം തന്നെ ആ ഒരു ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. ആ ഒരു കുരുവുള്ള ഭാഗങ്ങളും തൊലിയൊക്കെ നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ മത്തങ്ങയും കുമ്പളങ്ങയും മാത്രമാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഏതൊരു പച്ചക്കറി ഇതുപോലെ ചീഞ്ഞു പോകുന്ന ഏതൊരു പച്ചക്കറി നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ. മഴക്കാലമായാലും വേനൽക്കാലമായാലും ഈ ഒരു രണ്ട് ഐറ്റം
പൊട്ടാറ്റോയിൽ നമ്മളുടെ ചൊരയ്ക്ക, അതുപോലെ തന്നെ നമ്മളുടെ പടവലങ്ങ, അതുപോലുള്ള ഐറ്റംസ് എല്ലാം അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് ചീഞ്ഞ് പോകും. ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു വാടിയ പോലെയാവും. അപ്പോൾ നമ്മളിത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഏതൊരു ഷേപ്പിനാണോ ഏതൊരു വലുപ്പത്തിനാണോ നിങ്ങൾക്ക് പച്ചക്കറി വേണ്ടത് ആ ഒരു ഷേപ്പിന് നിങ്ങൾ വെട്ടി ഇതുപോലെ എടുത്തു വെക്കുക. ഇപ്പോൾ ഞാൻ കുമ്പളങ്ങ ഇങ്ങനെയോ അതുപോലെ തന്നെ നമ്മളുടെ മത്തങ്ങ ഒരു ഇതിൽ ആ ഒരു ഷേപ്പിലുമാണ് കട്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മളിത് ഫ്രീസറിൽ വെക്കുക കേട്ടോ. ഫ്രീസറിൽ നമ്മൾ എത്ര കാലം എന്താ പറയുക 2 മാസം ഇരുന്നാലും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ. ഇപ്പം ഞാനിത് ഓൾറെഡി നേരത്തെ ചെയ്ത് വെച്ച് ഓരോ കുമ്പളങ്ങയും അതുപോലെ തന്നെ മത്തങ്ങയാണ് കേട്ടോ. ഇത് നമുക്ക് എടുത്ത് ഡയറക്റ്റ് നമ്മളുടെ കറിയിലേക്ക്, ഇപ്പോൾ സാമ്പാറിനാണെങ്കിലും നമ്മൾ അവിയൽ ഉണ്ടാക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ചീഞ്ഞു പോകുമെന്നുള്ള യാതൊരു പേടിയും വേണ്ട കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മളുടെ ഇതുപോലെ നമ്മൾ ടേബിൾ ഫാൻ്റെയൊക്കെ ആ ഒരു മൂടി ഭാഗമില്ലേ, അത് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുകയല്ല. അല്ലെങ്കിൽ നമ്മൾ ഈ കയ്യിൽ ഇതുപോലെ ഇല്ലെങ്കിൽ നമ്മൾ ആക്രിക്കടയിലൊക്കെ പോയ ഒരു 20 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഈ ഒരു സാധനം ഏതൊരു ആക്രിക്കടയിൽ പോയാലും കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ 2-3 കടയിൽ പോയിട്ട് എല്ലായിടത്തും ഇതുണ്ടായിരുന്നു. പഴയ ഫാനാകുമ്പോൾ എല്ലാവരും കളയും. അല്ല, നിങ്ങളെ കയ്യിൽ ഇതുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ മുറ്റം നല്ല ക്ലീൻ ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആദ്യം നിങ്ങൾ നിങ്ങൾക്ക് ഏതൊരു അളവിനാണോ വേണ്ടത് ആ ഒരു അളവിന് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ. നല്ല മൂർച്ചയുള്ള ഇതാണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് മുറിഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു അളവിനാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ആ ഒരു തുമ്പ് ഭാഗവും ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സൈഡ് ഭാഗവും കൂടെ നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വലിപ്പം വേണം ആ ഒരു വലിപ്പത്തിനാണ് നിങ്ങളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. വളരെ സിമ്പിളായിട്ടും വർഷങ്ങളോളം ഇത് നിന്നോളും കേട്ടോ. എന്നുവെച്ചാൽ പെട്ടെന്നൊന്നും ചീത്തായി പോകുകയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിന് നമ്മൾ ഇത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വൈപ്പറിൻ്റെ മോപ്പിൻ്റെയൊക്കെ നമ്മൾ കോലുണ്ടാവില്ല, അതെടുക്കുക. പിന്നെ ഇതുപോലെ ഒരു തടിക്കഷ്ണം, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപയോഗം മനസ്സിലാവുകയുള്ളൂ. നമുക്ക് ഇപ്പോൾ ഈ മഴക്കാലത്ത് മുറ്റത്ത് നമ്മളുടെ ഇലകളും അതുപോലെ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ വന്നിട്ട് വളരെ ബുദ്ധിമുട്ടാണ് മുറ്റം ക്ലീൻ ചെയ്യാൻ. പക്ഷേ ഇതുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു ആണി ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 ആണി ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നതാണ്. 3 അല്ല 4 ആണി, നടുവിൽ 2 ആണി, അപ്പുറം ഇപ്പുറം ഓരോ ആണിയും വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പലക കഷ്ണം ഉണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നതാണ്. ഒന്ന് ഇളക പോലും ഇല്ല, അതുപോലെ നിൽക്കും. പിന്നെ നമുക്ക് വേണ്ടത് പഴയ വൈപ്പറിൻ്റെ ഏതെങ്കിലും ഒരു കോല് മതി, അല്ലെങ്കിൽ തടിക്കഷ്ണമാണെങ്കിലും മതി കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിന് ഇത് കനം കുറഞ്ഞത്, വെയിറ്റ് കുറഞ്ഞ ഒരു കോലുണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. പൈപ്പാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് 2 ക്ലാമ്പും 4 സ്ക്രൂവും ആണ് കേട്ടോ. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ്. ഇതൊന്ന് നമ്മൾ സ്ക്രൂ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. വേറൊന്നുമല്ല, അത് വലിക്കുമ്പോൾ തന്നെ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഒരു മൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു 4 പ്രാവശ്യം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റും. സ്ത്രീകൾക്കാണെങ്കിൽ കൂടി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ അത് ഇതുപോലെയുള്ള മരങ്ങളുടെ ഇടയിലും അതുപോലെ വേരുകളുടെ ഇടയിലും അതുപോലെ മണ്ണിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഇലകളാണെങ്കിൽ കൂടി കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് തന്നെ അത് വരുന്നതാണ്. മഴക്കാലത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ചൂല് കൊണ്ടൊക്കെ അടിക്കുമ്പോൾ എത്ര പ്രാവശ്യം അടിച്ചാലും അതൊന്ന് പൂർണ്ണമായിട്ട് വരില്ല. പക്ഷേ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട്, വളരെ പൈസ കുറവിനും അതുപോലെ തന്നെ ഇത് കാലങ്ങളോളം നിന്നോളും, പെട്ടെന്നൊന്നും ചീത്താകുകയില്ല. നമുക്കിപ്പം ചെറിയ ചെറിയ പുല്ലുകളുണ്ടെങ്കിലും ഇത് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ആക്രിക്കടയിലൊക്കെ ഈ ഒരു സാധനം വളരെ സിമ്പിളായിട്ട് തന്നെ കിട്ടുന്ന, യാതൊരു വെയിറ്റും ഇല്ല, ലൈറ്റ് വെയിറ്റ് ആയിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ചെറിയ ചെറിയ പുല്ലുകളും എല്ലാം നമുക്കിത് പോയി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തൂത്ത് കാണിച്ച് തരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള
നടുവേദനിക്കാതെയും കുമ്പിടാതെയും ഒന്നും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുറ്റം എത്ര ഏക്കറാണെങ്കിലും നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ പുല്ലുകളൊക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ മഴക്കാലത്ത് ഇതുപോലെ ഉണ്ടാകുന്ന വെള്ളപ്പച്ച എന്ന് പറയും നമ്മളിവിടെ, മറ്റേ സ്ലേറ്റൊക്കെ തുടച്ചിരുന്ന ആ ഒരു ഐറ്റമില്ല, അതൊക്കെ നല്ല രീതിയിൽ കട്ട പുല്ലൊന്നും വരെയൊന്നുമില്ല, പക്ഷെ ചെറിയ ചെറിയ പുല്ലുകളെല്ലാം പറഞ്ഞു വരുന്നതാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.